മെഡിക്കൽ കോളേജിലാണല്ലോ ഉള്ളത്. അമ്മയുടെ നില ആശ്വാസകരമായി പുരോഗമിക്കുന്നുണ്ടോ? അവർ നേരത്തെ ഇളയ മകനെ തിരക്കി സംസാരിച്ചു എന്ന് പറഞ്ഞിരുന്നു ബന്ധുക്കളടക്കം. ഇപ്പോഴെന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഈ പറയുന്ന പ്രതിയുടെ അമ്മയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുള്ളത് ഗോകുലം മെഡിക്കൽ കോളേജിലാണ്. സ്റ്റെഫിൻ നേരത്തെ അവിടുത്തെ ആശുപത്രി അധികൃതരോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം സ്റ്റെഫിൻ നൽകുന്ന വിവരമാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇവിടേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടുവരുവാൻ അവശേഷിക്കുന്നത് പ്രതിയുടെ സഹോദരൻ്റെ മൃതദേഹം മാത്രമാണ്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ 5 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയോട് കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള സംഭവിച്ച മരണങ്ങളാണ്. അതിനാൽ തന്നെ ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമെന്നുള്ളതാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരും എല്ലാം അറിയിക്കുന്നത്. DK മുരളി MLA അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മോർച്ചറിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുമ്പോൾ തൊട്ടപ്പുറയായി ആശുപത്രിയുടെ 1-ാം വാർഡിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഈ പറയുന്ന പ്രതിയുടെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ നോക്കാനായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് തരത്തിൽ ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇനി അവരായിരിക്കും തീരുമാനിക്കുക. ആരോഗ്യസ്ഥിതി നിലവിൽ പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. നിലവിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണ് എന്നുള്ളത് രാവിലെ പറഞ്ഞിരുന്നു. വിഷം കഴിച്ച സംബന്ധിച്ച കാര്യത്തിലൊക്കെ ഈ പ്രതി പറയുന്ന മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് കുഴിമന്തിയിൽ സഹോദരനായി വാങ്ങിയ ഒരു കുഴിമന്തിയുണ്ട്. ആ കുഴിമന്തിയിൽ നിന്നും കുറച്ച് ഭാഗമെടുത്ത് അതിൽ എലിവിഷം കലക്കി കഴിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി മൊഴിയെടുക്കുമ്പോൾ പറയുന്നത് അതിന് പരസ്പരവിരുദ്ധമായ കാര്യങ്ങളാണ്. പെപ്സിയിൽ കലക്കി ഈ എലിവിഷം കുടിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ പരസ്പരവിരുദ്ധമായി സംസാരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മാനസികാരോഗ്യം കൂടി പ്രതിയുടെ പരിശോധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ മെഡിക്കൽ സംഘത്തിൽ മാനസികാരോഗ്യ വിദഗ്ധർ അടക്കമുള്ളവർ ഉൾപ്പെട്ട സംഘമാണ്. അവർ നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിക്കും. അതോടൊപ്പം തന്നെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് അങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്. ഈ പറയുന്ന കഴിഞ്ഞ 1 മാസമായി താൻ മദ്യം ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിക്കുന്നു. എന്നാൽ മറ്റ് ലഹരികളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്താണ് അതൊന്നും പോലീസ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ എന്തായാലും മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗത്ത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് മോർച്ചറിയോടെ പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിക്കുകയാണ്. അഭിലാഷ്. അമൽ തേനപറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും എന്നുള്ളതാണ്. 5 ജീവനുകളാണ് അഫാൻ കവർന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, എന്തിനാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിവരം വേണ്ടതുണ്ട്. ഒരു കുടുംബത്തിൽ നടന്ന അത്യാഹിതം എന്നതിനപ്പുറത്തേക്ക് എന്താണ് ആ പ്രതിയെ അങ്ങനെ നയിച്ചത് എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ കൂടി സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് തുടർ കൊലപാതകങ്ങൾ ഈ തരത്തിൽ ഉണ്ടാകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയും ഒക്കെ ഭീതിയും ഒക്കെ രൂപപ്പെടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഓരോ കേസും കൃത്യമായി ചുരുളഴിക്കേണ്ടത് സമൂഹത്തിന്റെ സുരക്ഷയുടേത് കൂടി ആവശ്യമാണ്.